സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഷാനവാസും ആദില നൂറമാറും തമ്മിൽ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ ഇന്നലത്തെ ആര്യന്റെ പ്രശ്നം തന്നെയാണ് പറയുന്നത്. അതായത് അത് ചോദിക്കണം എന്നാണ് അവൾ പറയുന്നത് എന്ന് ആദില പറയുമ്പോഴേ മറ്റേ ഷാനവാസ് പറയും അത് ചോദിക്കരുത് എന്ന്. അത് ചോദിക്കണ്ട, അല്ലെങ്കിൽ ചോദിച്ചാൽ മതിയാവൂന്ന്. ഇത് തന്നെയല്ലേ അനുമോളും പറഞ്ഞത്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴല്ലേ അനുമോള് പറഞ്ഞത്. അന്ന് എന്ന് പറഞ്ഞാൽ 3-4 ആളും പിന്നെ പെണ്ണുങ്ങളും അതുപോലെ തന്നെ ഈ ആര്യനും കൂടിയിട്ട് ഒരു പുതപ്പിന്റെ ഉള്ളിൽ കയറിയപ്പോഴല്ലേ അനുമോള് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ ആര്യനാണെങ്കിൽ അത് ജിസൈലിന്റെ അടുക്ക കൃഷിയാക്കി. അതുകൊണ്ടല്ലേ ഈ അനുമോള് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ അനുമോള് പറയുന്നതല്ലേ കാര്യങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ നടന്ന അനുമോളെ ഈ ലാലേട്ടൻ നാണമുണ്ടോ എന്ന് ചോദിച്ചതിന് വരെ ലാലേട്ടൻ വരെ മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും മനസ്സിലായി അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ ശരി. ഇന്നലെ പ്രവീണ് പുറത്തിറക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കണ്ടത് എല്ലാവരും കണ്ടതാണ്. അവിടെ ഞാനും കണ്ടിട്ടുണ്ട് എന്ന് പ്രവീണ് കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഈ പ്രവീണിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, താൻ അപ്പോഴല്ലേ ഇത് പറയേണ്ടത്? അതായത് ആ നിമിഷം ലാലേട്ടൻ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോഴല്ലേ പറയേണ്ടത്. ഇവിടെയാണ് നമ്മൾ നട്ടെല്ല് എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി പറയുന്നത്. അവിടെയുള്ള പല കിഴങ്ങന്മാർക്കും എന്ന് പറഞ്ഞാൽ നട്ടെല്ലില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവിടെ നട്ടെല്ലുള്ളത് ആകെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നോക്കിയിട്ട് 3 ആൾക്കാർക്ക് മാത്രമാണ്. ഒന്ന് അനീഷിന്, അതുപോലെ തന്നെ ഒന്ന് അനുമോൾക്ക്, അതുപോലെ ഒന്ന് ലക്ഷ്മിക്ക്. ഈ 3 പേർക്ക് മാത്രമാണ് നട്ടെല്ല് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ അവിടെ കാണുന്നത്. അതായത് അവർ ഒരാളെടുക്ക പോയിട്ട് പോലും ഒരു സപ്പോർട്ടും ചോദിക്കാറുമില്ല. അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അപ്പൊ ഇന്നലെ ആര്യം മോൻ കാണിച്ചത് എപ്പോഴും പറഞ്ഞാൽ ഇവിടെയുള്ള പല ആൾക്കാരും കാണൂല. കാരണം അവരുടെ കണ്ണിൽ കുരുവാന്ന്. എന്താണെന്ന് വെച്ചാൽ ആര്യം മോൻ എങ്ങനെ കാണിച്ചോട്ടെ, കാണിക്കുന്നതിന് എന്താ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നലെ കാണിച്ചത് എന്ന് പറഞ്ഞാൽ ഭൂലോക തെണ്ടിത്തരം തന്നെയാണ്. അവന്റെ അസുഖം വേറെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ എന്താ പറയുക മുംബൈ ലോബിയുടെ പിന്നെ ആ ഒരു ഇതിലാണ് അവൻ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അവന്റെ അസുഖം വേറെ തന്നെയാണ്. അത് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർത്തു കൊടുക്കണം. ഒന്നുകിൽ അവനെ പുറത്താക്കണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു കാര്യം അവനെ മാത്രം അകത്താക്കിയിട്ട് അവന് വേറിയെങ്കിൽ ഒരു റൂം കൊടുക്കുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് അവൻ ഇന്നലെ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, അവിടെ വളരെ മോശമായ പ്രവൃത്തി കാണിച്ചു വെച്ചിട്ട് ഇനിയിപ്പോൾ അത് അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സദാചാരമാകുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് സദാചാരമാകുന്നത്. ഇപ്പൊ ആദില നൂറമാർ ഇത് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ആദില നൂറമാർ പറയണ്ടേ അതൊക്കെ സർവ്വസാധാരണമാണ്. ഒരാളെന്താ അങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ ഇതാവുമോ എന്ന് ചോദിക്കല്ലേ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ആദില നൂറമാർ അതിന് പിന്നെ ഇപ്പൊ എന്താ പറയുക ചോദിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ ഈ ഷാനവാസ് രഹസ്യമായിട്ട് അത് ചോദിക്കണ്ട. ഇതെല്ലാവരും കാണുന്ന പരിപാടിയാണെന്നുള്ള ബോധം പോലും ഇവറ്റകൾക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായിട്ട് തന്നെയാണ് ഇവരുടെ പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം എന്താ പറയുന്നതിന്. അപ്പോ ഈ ആര്യൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇനിയിപ്പോഴേ ഈ പിന്നെ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീമുകളുണ്ട്. അതായത് അനുമോളെ ഭയങ്കരമായിട്ട് മോശം പറഞ്ഞ് ആര്യൻ ചെയ്തതും ജിസൈല് ചെയ്തതും ശരിയാണ്. അതിന്റെ കൂടെ ഇന്നലെ റെനക്ക് കൂടി കിട്ടിയപ്പോഴാണ് റെനക്കിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അതിനു മുമ്പേ തന്നെ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എല്ലാം വേണ്ടപ്പെട്ട ആര്യൻ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കൃത്യമായിട്ട് റെനക്ക് മനസ്സിലായിരിക്കുന്നു ഇവന്റെ സ്വഭാവം ഇതാണ്, ഇവൻ ഇതുപോലെ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ ബിഗ് ബോസിൽ വന്നിട്ട് യാതൊരു ഗെയിമും ഇല്ല, എന്നാൽ ഇങ്ങനെ വല്ലതും ചെയ്തിട്ട് പേരെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു പേര് കിട്ടും. ഒരു വില്ലൻ വേഷം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഇതിലാണ് ഇവൻ നടക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് കൃത്യമായിട്ട് ആരൊക്കെ ഇത് ആഞ്ഞടിക്കുമെന്ന് നോക്കട്ടെ. ആദ്യം ആരൊക്കെ ഇതിന്റെ മുന്നിലേക്ക് വരും. എൻ്റെ അഭിപ്രായം ഒരിക്കലും ഇത് അനുമോള് പറയാൻ പാടില്ല. കാരണം അനുമോള് കണ്ടിട്ടുണ്ടാകും, പക്ഷെ അനുമോൾ ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം അനുമോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഇനി അനുമോള് പഴി കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദില നൂറമാർ എന്ന് പറയാ കുലസ്ത്രീ അവിടെ കുളിച്ചിരിക്കുന്ന എന്ന്. എന്താ കുലസ്ത്രീമാരോട് ഇവർക്ക് ഇത്ര പുച്ഛം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആദില നൂറമാറും അതുപോലെ തന്നെ റെന ഫാത്തിമയും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് പറയാ കുലസ്ത്രീ അതാ കുളിച്ചിരിക്കുന്നു എന്ന്. ആരെ നോക്കിയിട്ടാ പറയുന്നത്? അനുമോളെ നോക്കിയിട്ടാണ്. അതായത് ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അനുമോളോട് നല്ല രീതിയിലുള്ള ചൊറിച്ചലുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലാലേട്ടൻ എല്ലാം തുറന്നു കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ജിസൈലിന്റെയും ആര്യന്റെയും വീഡിയോ മാത്രം തുറന്നു കാണിക്കാഞ്ഞത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അത് കാണിക്കോ? ഈ സംഭവം കാണിക്കോ? ഒരിക്കലും കാണിക്കത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ കാണിക്കാം. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് എഴുതി കൊടുക്കുന്നത് നിങ്ങൾ വായിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് വേറെ ഒന്നും അറിയില്ല. അപ്പൊ ഈ ഷോ ഡയറക്ടർക്ക് അയാൾക്ക് ഇഷ്ടമില്ല ആൾക്കാർ ആരൊക്കെയാണ്, അതുപോലെയാണ് സംഭവങ്ങൾ പോകുന്നത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് പോകുന്നത്.
അവിടെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണ് പറഞ്ഞതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പല ആൾക്കാർക്കും വേണ്ടപ്പെട്ടവരുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഇന്നലെ പ്രവീണ് കുറച്ച് കാര്യം തുറന്നടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയണമായിരുന്നു ഇത്. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നമ്മൾ നെരിയെ പോലെ ജീവിച്ചാൽ മതി, നായയെ പോലെ 10 ദിവസം ജീവിക്കുന്നതിൽ നല്ലതാണ്. അത് അന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഞാനും കണ്ടിരുന്നു അനുമോളുടെ കൂടെ, അനുമോള് കണ്ട പോലെ ഞാനും കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവീണ് അവിടെ വേറെ തലത്തിലാകുമായിരുന്നു. പക്ഷേ പ്രവീൺ അന്ന് എന്ത് ചെയ്തു? മിണ്ടാതിരുന്നു. ഭയന്നിട്ടാണോ എന്നറിയില്ല, ലാലേട്ടനെ ഇനി ഇപ്പോഴും പിടിച്ച് പുറത്താക്കിയാലോ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. അവിടെ മിണ്ടാതിരുന്നത് കൊണ്ട് പ്രവീണിന് പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ കഴിഞ്ഞു. ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ഇപ്പോ ഈ ആര്യൻ മോന്റെ കാര്യം ഇങ്ങനെ വരുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും ന്യായീകരിക്കുക? അതായത് ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? മാരാറ് പറഞ്ഞതുപോലെ നിങ്ങൾ ഉമ്മ വെച്ചിട്ടാണെങ്കിൽ ഉമ്മ വെച്ചു എന്ന് പറയൂ, അതുപോലെ നിങ്ങൾ കിടന്നിട്ടാണെങ്കിൽ കിടന്നു എന്ന് പറയൂ. ഇതൊക്കെ ആയിരിക്കും പറയാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പുരോഗമനവാദികൾ എന്ന് പറഞ്ഞിട്ട് ഒരു മറ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകളാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവരുടെയൊക്കെ റേഞ്ച് എന്താണെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ ആര്യൻ ചെയ്തത് വളരെ തെറ്റാണ്. അതുപോലെ റെന ഫാത്തിമ എന്ന് പറയുന്ന ആ കുട്ടി ചെയ്തത് അതിലും വലിയൊരു തെറ്റാണ്. അതായത് ഇവന്റെ കൂടെയൊക്കെ കൂടിയിട്ട് ആ ബെഡ് പുതപ്പിന്റെ അടിയിലും അവിടെയും ഇവിടെയും ഒക്കെ പോയിട്ട് അത് പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ അനുമോളോട് വളരെ മോശമായിട്ട് പെരുമാറിയ ഈ ടീമുകള് ഇനി ഈ കാര്യത്തിൽ എങ്ങനെയാണ് കളിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇത് ശരിക്കും പറഞ്ഞ ഈ ടീമുകളെല്ലാം അങ്ങനെയാണെങ്കിൽ ആര്യനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. കാരണം ഇവരൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ, ഇത്രയും ക്യാമറയും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ ഇവർ പറയുമ്പോൾ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ടീമുകളുടെ നിലപാടുകൾ എൻ്റെ അഭിപ്രായത്തിന് ആര്യൻ്റെ കൂടെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രേക്ഷകർ ശരിക്കും പറഞ്ഞാൽ അനുമോളുടെ കൂടെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ അനുമോളൊക്കെ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടുകൾ കിട്ടി. അനുമോളോട് നാണമുണ്ടോ എന്ന് ചോദിച്ചാൽ ലാലേട്ടനാണ് ശരിക്കും അവിടെ തേഞ്ഞു പോയതെന്നേ ഞാൻ പറയുള്ളൂ. വല്ലവന്റെയും വാക്ക് കേട്ടിട്ട് അവിടെ കണ്ട കാര്യങ്ങൾ, അവിടെ ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോന്ന് പുറത്തു വന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ് വീഡിയോ രൂപത്തിൽ. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് അവരെ ആര്യനെ തന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്താലേ പുറത്ത് നല്ല ഇത് കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധമാണ് അവറ്റകൾക്ക്. അതുകൊണ്ട് നട്ടലില്ലാത്ത ടീമുകളൊക്കെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ആര്യനെ തന്നെയായിരിക്കും. അത് തന്നെയായിരിക്കും റെനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നേ ഞാൻ പറയുള്ളൂ. റെനക്ക് അതൊരു വലിയ ശിക്ഷ തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഇനിയും ഇവന്റെ കൂടെ ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ പലരുടെയും എന്ന് പറഞ്ഞ ലൈഫുകൾ കോഞ്ഞാട്ടയാകും. അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴേക്ക് ഭർത്താക്കന്മാർ വലക്കും കാണാറില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ എന്തോ ഒരു ഇതായിരുന്നു ഭയങ്കരമായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് താരമായ വീണ നായരി ഭർത്താവിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത്. അയാൾ ഇന്നലെ കണ്ടില്ല, ഇന്നലെ വേറെ കിട്ടിയ അയാള് അതാണ് പറയുന്നത്. പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ജീവിതം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ടീമുകൾ വന്നിട്ട് ജീവിതം കൊഞ്ഞാട്ടിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.